വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട GHSSലാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി ആരംഭിച്ചത്. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. ശാസ്താംകോട്ട GHSSലാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയും മറ്റ് ക്ലബ്ബുകളും ഉദ്ഘാടനം ചെയ്തത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം അധ്യാപികയും സാഹിത്യകാരിയുമായ സുജന്യ JS നിർവഹിച്ചു. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ചേർത്ത് വെച്ചാണ് ഓരോരുത്തരും എന്ത് എഴുതാറുള്ളത്, പുസ്തകങ്ങളൊക്കെ എഴുതാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ അനുഭവങ്ങളിലൂടെയാണ് പുസ്തക വായനയിലേക്ക് എത്തേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ടീച്ചർ. ഇനി മോൻ ഇവിടെ പറഞ്ഞു, അല്ലെങ്കിൽ 2-3 കുഞ്ഞുങ്ങൾ ഇവിടെ പറഞ്ഞു. ശരിക്കും ഇതാണ് വിദ്യാരംഗം ടീച്ചർ പറഞ്ഞതിന്റെ ബാക്കി പറയട്ടോ. ഞാനൊരു വിദ്യാരംഗം ഉൽപ്പന്നമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാരംഗത്തിലെ മുന്നിൽ നിർത്തിയത് എന്ന് പറയാം, നിന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ തന്നെയായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. നമുക്ക് കുഞ്ഞുങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ ടീച്ചർ പറയാനുള്ളൂ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, കളയാൻ പാടില്ല. നാളെ ഇവിടെ വിദ്യാരംഗ ഉദ്ഘാടനം നടക്കുമോ? നാളെ ഇതുപോലെ ഇവിടെ നിന്ന് ടീച്ചർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും എന്തേ ഉള്ളൂ, അവസരങ്ങൾ വളരെ പരിമിതമാണ്. ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ GS അജിത വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടും ടീച്ചറിന്റെ സംസാരം കേട്ടിരിക്കുമ്പോൾ ഇതുവരെയും പുസ്തകം ഒരിക്കൽ കൂടി വായിക്കാതെ അല്ലെങ്കിൽ വായിക്കണം എന്നുള്ള ആഗ്രഹം ജനിക്കാതിരിക്കുന്ന ഏതൊരു വ്യക്തിയിലേക്കും പുസ്തക പാരായണത്തിലേക്ക് എത്തിച്ചേർക്കാനുള്ള ഒരു വലിയൊരു ശില്പശാലയുടെ ഒരു ചെറിയ പടവുകളായിട്ട് എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഡിജിറ്റൽ യുഗത്തിലാണ് ജനിച്ചു വളർന്നത്. അവർക്ക് വായിക്കണം എന്നുള്ള തോന്നലില്ല. ഏതൊരു കാര്യത്തിനും എന്ത് ശാഠ്യം പിടിച്ചാലും നമ്മൾ രക്ഷിതാക്കൾ ആദ്യം അവരുടെ മുന്നിലേക്ക് എത്തിക്കപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.